പ്രിയമുള്ളവരെ, ചിന്തിക്കാൻ പറ്റാത്ത ഇടപെടലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന് നടത്താൻ പറ്റും. വിട്ടുകൊടുക്കണം. ചിന്തിക്കാൻ പറ്റാത്ത. അപ്പോൾ പരിശുദ്ധാത്മാവായ ദൈവമാണ് മാമോദീസ മുങ്ങിയപ്പോൾ നിങ്ങൾ പറഞ്ഞു, സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മശിഹായെ ഞാൻ സ്വീകരിക്കുന്നു. അങ്ങനെ നിങ്ങൾ ഏറ്റുപറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ അടയാളമായ മൂറോൻ അഭിഷേകം ചെയ്തു. മൂറോൻ, ഈ മൂറോൻ എന്ന് പറയുന്ന എണ്ണ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക എണ്ണയാണ്. ഇത് 40 ദിവസം ഉപവാസം എടുത്ത് പ്രിയമുള്ളവരെ എല്ലാ ദിവസവും 150 സങ്കീർത്തനം വായിച്ച് ഇത് ഇളക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം സഭയിലെ എല്ലാ പിതാക്കന്മാരുടെയും സാന്നിധ്യത്തിൽ പരിശുദ്ധ പാത്രക്കിസ്മാവാണ് ഈ മൂറോൻ എണ്ണ കൂദാശ ചെയ്യുന്നത്. ഈ എണ്ണ കൂദാശ ചെയ്ത് കഴിഞ്ഞാൽ ബിഷപ്പുമാർക്ക് മാത്രമേ പരിശുദ്ധ പാത്രക്കിസ്മ കൊടുക്കത്തുള്ളൂ. കൊടുത്താൽ ഒരു ബിഷപ്പിന് മാത്രമേ ഈ എണ്ണ മറ്റൊരു കുപ്പിയിലേക്ക് ഒഴിക്കാൻ ഉള്ള അധികാരമുള്ളൂ. ഈ എണ്ണ ഒരച്ഛന് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു പള്ളിക്ക് കൂദാശ ചെയ്ത് കഴിഞ്ഞാൽ ആ പള്ളിക്ക് നമ്മൾ ഈ എണ്ണ കൊടുക്കും. ബിഷപ്പായത് കൊടുക്കേണ്ടത്. ആ എണ്ണ കൊണ്ടുപോകാം. അച്ഛന് അത് ഒറ്റ സ്ഥലത്ത് മാത്രം ഉപയോഗിക്കാൻ പറ്റും. ഒരു മാമോദീസ സമയത്ത് ശകലം കയ്യിലെടുത്ത് ഈ കൊച്ചിനെ അഭിഷേകം ചെയ്ത് പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി ഒരു അച്ഛന് പ്രാർത്ഥിക്കാം. അങ്ങനെ നിങ്ങൾ ഈ ഇത്ര പവിത്രമായ എണ്ണ അഭിഷേകം ചെയ്ത് ഇത് ദേവാലയ കൂദാശയ്ക്ക് ഉപയോഗിക്കും. ദേവാലയ കൂദാശയ്ക്ക് ഇത് ഉപയോഗിച്ചാൽ, എണ്ണ പൂശിയാൽ അന്നേരം തന്നെ എന്തു ചെയ്യും? ആ ത്രോണോസ് കവർ ചെയ്യും തുണിയിട്ട്. അന്നേരം തന്നെ തുണിയിട്ട് കവർ ചെയ്യും. ആ എണ്ണ അത് പിന്നെ പുറത്ത് കാണുകയില്ല. ആ എണ്ണയാണ് നിങ്ങളുടെ മേൽ അഭിഷേകം ചെയ്ത് കൊച്ചിൻ്റെ ദേഹത്തെല്ലാം പുരട്ടി പിടിച്ചിരിക്കുക. എന്താണ്? ആ ആത്മാവിൻ്റെ ശക്തി നിങ്ങൾ നിൽക്കുക. നിങ്ങളുടെ ചലനങ്ങൾ ഓരോന്നും, നിങ്ങൾ ഉറങ്ങുന്നതും എഴുന്നേൽക്കുന്ന സങ്കീർത്തനം 139 പറയുന്നു. 139 സങ്കീർത്തനം വളരെ മനോഹരമായൊരു സങ്കീർത്തനമാണ്. കർത്താവേ, അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു. എൻ്റെ മാർഗങ്ങൾ അങ്ങയ്ക്ക് നന്നായി അറിയാം. ഒരു വാക്ക് എൻ്റെ നാവിലെത്തുന്നതിന് മുൻപ് തന്നെ കർത്താവെ അത് അവിടുന്ന് അറിയുന്നു. മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു. അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു. എനിക്ക് അപ്രാപ്യമാം വിധം അത് ഉന്നതമാണ്. അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും? അങ്ങയുടെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഓടി ഒളിക്കും? ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട്. ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അങ്ങ് അവിടെയുണ്ട്. ഞാൻ പ്രഭാതത്തിൻ്റെ ചിറകു ധരിച്ച് സമുദ്രത്തിൻ്റെ അതിർത്തിയിൽ ചെന്ന് വസിച്ചാൽ അവിടെയും അങ്ങയുടെ കരം എന്നെ നയിക്കും. അങ്ങയുടെ വലത്തുകൈ എന്നെ പിടിച്ചു നടത്തും. ഇരുട്ടെന്നെ മൂടട്ടെ, എൻ്റെ ചുറ്റുമുള്ള പ്രകാശം ഇരുട്ടായി തീരട്ടെ എന്നു ഞാൻ പറഞ്ഞാൽ ഇരുട്ടുപോലും അങ്ങേക്ക് ഇരുട്ടായിരിക്കുകയില്ല. രാത്രി പകൽ പോലെ പ്രകാശപൂർണമായിരിക്കും. എന്തെന്നാൽ അങ്ങേക്ക് ഇരുട്ട് പ്രകാശം പോലെ തന്നെയാണ്. ഇരുട്ട് നമുക്ക് ഇരുട്ടെന്ന് പറഞ്ഞാൽ ആരും കാണുകയില്ലെന്നാ. ആ ഇരുട്ട് കർത്താവിന് പ്രകാശ എല്ലാം കണ്ടോണ്ടായിരിക്കുന്നത്. പിന്നെ അവിടുന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് എന്നെ വിസ്മയനീയമായി സൃഷ്ടിച്ചു. അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ്. എനിക്കത് നന്നായി അറിയാം. ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അധോ ഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. പ്രിയമുള്ളവർ, ഈ സങ്കീർത്തനം നിങ്ങൾ ആവർത്തിച്ച് മനസ്സിരുത്തി വീണ്ടും വീണ്ടും വായിക്കണം. നമ്മളെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ പുസ്തകത്തിൽ നമ്മളെക്കുറിച്ച് എഴുതി വച്ചിട്ടുണ്ട് കൃത്യമായിട്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, അത് ഇതുപോലെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രവൃത്തി, ഉദാഹരണം കുടുംബം, ദൈവം ഒരു ഭാര്യയും ഭർത്താവിനെയും പരിശുദ്ധാത്മാവ് വഴി യേശുക്രിസ്തുവിൽ ഒന്നിപ്പിച്ചിരിക്കുന്നതാണ് കുടുംബം. നിങ്ങളിപ്പോൾ ഭാര്യയും ഭർത്താവും ഡൈവോഴ്സായെന്ന് വിചാരിച്ചു. ദൈവത്തോടും ചോദിച്ചില്ല, ആരോടും ചോദിച്ചില്ല, ഡൈവോഴ്സായി. ഭാര്യയ്ക്കും കുഴപ്പമൊന്നുമില്ല, ഭർത്താവിനും കുഴപ്പമൊന്നുമില്ല.
യോജിപ്പിച്ചവനെ പറിച്ച് കീറിക്കൊണ്ടാണ് നിങ്ങളുടെ കുടുംബജീവിതം. കർത്താവായ യേശു ക്രിസ്തുവിനെ വലിച്ചു കീറി നിങ്ങൾ. ഈ യോജിപ്പിച്ച പരിശുദ്ധാത്മാവിനെ പിച്ച് ചീന്തി പുറത്തെറിഞ്ഞിട്ടല്ലാതെ ഒരു കുടുംബജീവിത ബന്ധം വേർതിരിക്കാനാവില്ല. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ്, നിങ്ങളുടെ അന്തരംഗങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഓരോ വാക്കും വഴി നിങ്ങൾ വെറുക്കുമ്പോൾ, നിങ്ങൾ ചീത്ത പറയുമ്പോൾ, നിങ്ങൾ മ്ലേച്ഛതകൾ കാണുമ്പോൾ, നിങ്ങൾ ഏതെങ്കിലും ഇൻ്റർനെറ്റിലോ മറ്റു സാധനത്തിനകത്ത് ഇരുന്ന് ഓരോന്ന് കാണുമ്പോൾ, ഈ ശരീരം മുഴുവൻ മലിനപ്പെടുമ്പോൾ ഉള്ളിലിരുന്ന് തേങ്ങുന്ന ഒരാത്മാവുണ്ട്. ഉള്ളിലിരുന്ന് തേങ്ങുന്ന ഒരാത്മാവ്. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം അതിലിത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വ്യക്തമായിട്ട് ഈ വചനം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്ന വചനമാണ്. 13-15. നിങ്ങൾ കാതോർത്ത് കേൾക്കുവിൻ. നിങ്ങൾ കാതോർത്ത് കേൾക്കുവിൻ. അഹങ്കരിക്കരുത്. അഹങ്കരിക്കരുത്. കർത്താവാണ് അരുളി ചെയ്തിരിക്കുന്നത്. കർത്താവ് അന്ധകാരം വരുത്തുന്നതിന് മുൻപ്, നിങ്ങളുടെ കാൽപാദങ്ങൾ ഇരുൾ നിറഞ്ഞ മലകളിൽ ഇടറുന്നതിന് മുൻപ് നിങ്ങളുടെ ദൈവമായ കർത്താവിന് മഹത്വം നൽകുവിൻ. അല്ലെങ്കിൽ നിങ്ങൾ വെളിച്ചം തേടുമ്പോൾ മരണത്തിൻ്റെ നിഴലും കൂരിരുട്ടുമായിരിക്കും ലഭിക്കുക. ദൈവമാണ് നിങ്ങളെ സൃഷ്ടിച്ചതെന്ന് ചിന്തിച്ച് നിങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുത്തില്ലെങ്കിൽ, നിങ്ങൾ മഹത്വം തേടുമ്പോൾ നിങ്ങൾക്ക് ഇരുട്ടായിരിക്കും ഫലം. പിന്നെ നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി രഹസ്യത്തിൽ എൻ്റെ ആത്മാവ് കരയും. നിങ്ങൾ എൻ്റെ വാക്കുകൾ, പരിശുദ്ധാത്മാവാകുന്ന ദൈവം, ഞാൻ നിങ്ങളെ നയിക്കാനും യേശുവിൻ്റെ വഴിയിലൂടെ, വചനത്തിൻ്റെ വഴിയിലൂടെ കൊണ്ടുപോയി നിത്യതയിലെത്തിക്കാനുമാണ് ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയത്. നിങ്ങൾ എൻ്റെ വാക്കുകൾ അനുസരിക്കാതെ നിങ്ങളുടെ ഇഷ്ടത്തിനും നിങ്ങളുടെ ജീവിത രീതിക്കും അനുസരിച്ച് പോയാൽ, നിങ്ങളുടെ ഉള്ളിലിരുന്ന്, ഇതാ കർത്താവ് പറയുന്ന, എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിലിരുന്നുകൊണ്ട് കരയും. പരിശുദ്ധാത്മാവായ ദൈവം നിങ്ങളുടെ ഉള്ളിലിരുന്ന് കരയും. പിന്നെ കർത്താവിൻ്റെ അജഗണത്തെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകിയാൽ ഞാൻ ഉള്ളുരുകി കരയുകയും. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ അടിമത്തത്തിലേക്ക്, ഒരു പാപം ചെയ്താൽ അതിൻ്റെ അടിമയായി, ഒരു മ്ലേച്ഛത ചെയ്താൽ അതിൻ്റെ അടിമയായി, ഒരു അവിഹിത ബന്ധത്തിൽപ്പെട്ടാൽ അടിമയായി, പിന്നെ രക്ഷപ്പെടാൻ പറ്റുകയില്ല. നിങ്ങൾ പോകുന്നത് കാണുമ്പോൾ ഉള്ളുരുകി ഞാൻ കരയും, ഉള്ളുരുകി ഞാൻ കരയും, കണ്ണുനീർ ധാരധാരയായി ഒഴുകും. അങ്ങനെ പരിശുദ്ധാത്മാവായ ദൈവത്തെ കരയിപ്പിച്ച മനുഷ്യരുണ്ട്. കരയിപ്പിച്ച മനുഷ്യർ നിങ്ങൾ മാപ്പി ചോദിക്കണം. മല്ലടിച്ചിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട്, ചവിട്ടി പുറത്താക്കിയിട്ടുണ്ട്. ദാവീദ് ഒരിക്കൽ പ്രാർത്ഥിച്ചു, വ്യഭിചാരം ചെയ്ത് ജീവിതം തകർന്നൊരു കൊലപാതകവും കൂടെ അതിൻ്റെ കൂടെ ചെയ്യേണ്ടി വന്നു. അവസാനം ദാവീദ് പിടിക്കപ്പെട്ടു. നാഥാൻ പ്രവാചകൻ ചെന്ന് ദാവീദിനോട് ചോദിച്ചു, നീയല്ലേ അത്? ദാവീദ് പറഞ്ഞു, കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. ദാവീദിന് ഉത്തമ ബോധ്യം ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ പി അടിച്ചുകൊണ്ട് നടന്ന പാർട്ടിയാണ്, കുഴലു ഊതിക്കൊണ്ട് ആടിനെ മേയിച്ച് നടന്നവനാണ്. ഇന്ന് രാജാവ്. ദാവീദിന് ഉത്തമ ബോധ്യമുണ്ട്, ഞാൻ രാജാവൊന്നും ആകേണ്ടവനല്ല, ദൈവമാണ് എന്നെ ഇവിടെ ഇരുത്തിയത്. പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടാൽ എനിക്കൊരിക്കലും പിടിച്ചു നിൽക്കാനാവില്ല. അതുകൊണ്ട് ദാവീദ് പ്രാർത്ഥിച്ചു, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എടുക്കരുത്. നമ്മളോ ആ പരിശുദ്ധാത്മാവ് പോയാലും കുഴപ്പമില്ല, നമ്മുടെ ചിന്തയതാ, നമുക്കിതിൻ്റെ വില അറിയാൻ മേല. പ്രിയമുള്ളൊരു പരിശുദ്ധാത്മാവാകുന്ന ദൈവം നമുക്ക് നഷ്ടപ്പെട്ടാൽ, നമ്മളിനി പള്ളിയിൽ പോയാൽ അവിടെ ഒന്നും നടക്കുകയില്ല. നമ്മൾ പ്രാർത്ഥിക്കാൻ ചെന്നാൽ ഒന്നും നടക്കില്ല. പെണ്ണ് കെട്ടിയാൽ കെട്ടാവെന്നുള്ളതേ ഉള്ളൂ, ഒരു പ്രയോജനമില്ല. ഡൈവോഴ്സ് ഉറപ്പ് ഇല്ല, അഴിയായിരിക്കും. മക്കൾക്ക് ജന്മം കൊടുക്കാവുന്നുള്ളതേ ഉള്ളൂ, ജന്മം കൊടുക്കുന്ന പിള്ളേർ കഴുത്തിന് കത്തിവെക്കും. അവസാനം ജന്മം കൊടുത്തതിനെ ഓർത്ത് നിങ്ങൾ കരയേണ്ടി വരും. ബിസിനസ് തുടങ്ങാം, ഫലം നിങ്ങൾക്ക് കിട്ടുകയില്ല. മിടുക്കന്മാർ വന്ന് നിങ്ങളുടെ ഫലം അടിച്ചുകൊണ്ട് പോകുന്നത് കണ്ട് വെറുതെ ഇരിക്കേണ്ടി വരും കരഞ്ഞുകൊണ്ട്. ഇതെല്ലാം കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ, ഇതെല്ലാം കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. കോടാനുകൂടി സ്വത്തുള്ളവനൊന്നും ചെയ്യാൻ പറ്റാതെ വേദനിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് കാണേണ്ടി വന്നിട്ടുണ്ട്. കോടിക്കണക്കിന് സ്വത്തുണ്ടായിട്ടും ഒരു രൂപ പോലും കയ്യിലെടുക്കാനില്ലാതെ വന്നിട്ട്, പ്രിയമുള്ളവരെ, കരഞ്ഞ
കോടികളുടെ സ്വത്തുള്ള ഒരാൾ എൻ്റെ മുമ്പിൽ ഇരുന്ന് കരയുക, കുഞ്ഞുങ്ങൾക്ക് ഫീസ് അടയ്ക്കാൻ കാശില്ല. വിട്ട് കരഞ്ഞപ്പോൾ ഞാൻ പ്രിയമുള്ളവരെ ഇവിടുന്ന് എൻ്റെ മൊബൈലിൽ നിന്ന് അന്നേരം 50,000 രൂപ അവരുടെ കോളേജിൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തത് ഞാനാണ്. കോടാനുകോടി രൂപ ആസ്തിയുള്ള ആൾ. അന്നാ എനിക്ക് മനസ്സിലായത് കോടീശ്വരനായിട്ടൊന്നും കാര്യമില്ല, ദൈവകൃപയുണ്ടായിട്ടേ കാര്യമുള്ളൂ. കൊടുത്തിട്ട് പറഞ്ഞതല്ല പ്രിയമുള്ളവരെ, ഞാൻ പറയുകയായിരുന്നു, കോടീശ്വരനായതുകൊണ്ട് എല്ലാ കാര്യവും നടക്കണമെന്നില്ല. അവർക്ക് ഓടിയുണ്ട്, പക്ഷെ ഒന്നുമില്ല, പ്രയോജനമില്ല. ഉണ്ടോ? അങ്ങനെ എത്ര പേര്, എത്ര മനുഷ്യർ. അതുകൊണ്ട് നമ്മൾ ഓർക്കുക, നിങ്ങളുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവാകുന്ന ദൈവം നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകം 23:19 കർത്താവിൻ്റെ കണ്ണുകൾക്ക് സൂര്യൻ്റെ കണ്ണുകളേക്കാൾ പ്രകാശമുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാ. ഒരിക്കലും ഇതുപോലൊരു ധ്യാനം നടക്കുക. ധ്യാനത്തിനൊക്കെ കുറച്ച് മുമ്പ്, ഒരാഴ്ച മുമ്പാന്ന് തോന്നുന്നു, ഒരു ഫാമിലി ഇവിടെ വന്നു. അവരെന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛാ നടന്ന് മടുത്ത് ഓസ്ട്രേലിയക്ക് പോകാനുള്ള കാശെല്ലാം കൊടുത്തിട്ട് ഞങ്ങൾ ഗൾഫിൽ നിന്ന് സൗദിയിൽ നിന്ന് ജോലിയും രാജിവെച്ച് ഇവിടെ വന്നതാണ്. എന്നിട്ടിപ്പോൾ അതും ശരിയാകുന്നില്ല, ഇതും ശരിയായില്ല, എല്ലാം പോയി, ഞങ്ങൾ നിരാശയിലാണ്. ഇവരങ്ങ് അങ്ങോട്ട് അസ്വസ്ഥരാണ്. ഞാൻ പറഞ്ഞ്, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ അടുത്ത ആഴ്ചത്തെ ധ്യാനം കൂടും. അവർക്ക് ധ്യാനം എന്ന് കേട്ടപ്പോഴത്തേന് എനിക്ക് തുറന്ന തരണം കൂടെ തോന്നുന്നു. അവർക്ക് ധ്യാനം കൂടാൻ താല്പര്യമില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ പ്രാർത്ഥിച്ചാൽ മണ്ടാട്ടുപള്ളിയിൽ അവിടെ 8 പെടുത്തി ഇവിടെ അങ്ങനെ ചെയ്തു, ഞങ്ങൾ അവിടെ നേർച്ച കൊടുത്താക്കാമെന്ന് പറഞ്ഞു. ഓസ്ട്രേലിയയിൽ പോവുകയാണെങ്കിൽ ഉരുള നേർച്ച നടത്തിയാക്കാമെന്ന് എല്ലാം പറഞ്ഞു. ഞാനെല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ കാണാമെന്ന്, ഒരു ഡോക്ടറെ കാണാൻ വന്ന പോലെയാണ് നിങ്ങൾ എന്നെ കാണാൻ ഇപ്പോൾ പരിഹാരത്തിന് വേണ്ടി വന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളൊരു ധ്യാനം കൂടുക. കൂടാൻ പറ്റുമെങ്കിൽ ഇവിടെ നിൽക്കുക, ഇല്ലേ പോവുക. എന്നാൽ പിന്നെ അങ്ങനെയാണ്. എത്ര സമയം വീട്ടിൽ പോകാൻ പറ്റുമോ? എന്നൊക്കെ പറഞ്ഞു വെച്ച് പോയി. പക്ഷേ വേറെ മാർഗ്ഗം ഇല്ലാഞ്ഞതുകൊണ്ട് തിരിച്ചു വന്ന് ധ്യാനം കൂടി. ധ്യാനം കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങി, പ്രിയമുള്ളവർ, മൊബൈൽ ഫോൺ മേടിക്കുന്നൊരു പരിപാടി ഇവിടെ ഉണ്ട്. അത് മേടിച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഇവിടെ വെക്കും. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേക ക്രമീകരണം. കാരണം അനേകരെ പൈശാചിക ബന്ധനത്തിൻ്റെ കീഴിലാക്കുന്നത് മൊബൈൽ ഫോണുകളാണ്. അത് നമ്മളിവിടെ മേടിച്ച് ഒരു വാഴ്ത്തിയൊക്കെ അങ്ങോട്ട് തരും. വാഴ്ത്തി തന്നു കഴിയുമ്പോൾ പിന്നെ ആ മൊബൈൽ കൊണ്ട് ഇനി പാപം ചെയ്യാൻ പറ്റാതെയാകും. അപ്പോൾ അതുകൊണ്ട് ആശീർവദിച്ചിട്ടൊക്കെ തരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അപ്പോൾ ഇവരിങ്ങനെ ആകെപ്പാടെ ടെൻഷനിലാണ്. മൊബൈൽ ഫോൺ ഓണാക്കി ആദ്യത്തെ കോള് വരുന്നത്, പ്രിയമുള്ളവരെ, ട്രാവൽ ഏജൻസിയിൽ നിന്ന്. അവർ ഓടിച്ചെന്ന്, നിങ്ങളുടെ പേപ്പർ ശരിയായി കേട്ടോ. എല്ലാവരുടെയും ശരിയായി. എല്ലാവരുടെയും ശരിയായില്ല, നിങ്ങളുടേത് ശരിയായി. എങ്ങനെ ശരിയായെന്നറിയത്തില്ല. ഞങ്ങൾ ശരിയാവുമെന്ന് പറയും, പക്ഷേ അത് ശരിയാകാൻ വെച്ചാൽ പാടാ. ശരിയായി. അവർ ഭയങ്കര സന്തോഷത്തിൽ അവിടെ നിന്ന് ഒരു സുവിശേഷ പ്രസംഗം. ഞങ്ങൾ ധ്യാനത്തിന് പോയി, ധ്യാനം കൂടിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയത് അന്നേരമാണ് കോൾ വന്നതെന്ന്. കുറേ പെണ്ണുങ്ങൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവർ സുവിശേഷം കേട്ടുകൊണ്ടിരുന്നു. കാരണം ഓസ്ട്രേലിയക്ക് പോകേണ്ടതല്ലേ, കേട്ടുകൊണ്ടിരുന്നു. ഉടനെ ഒരു പെണ്ണ് അടുത്ത് എന്നിട്ട് പറഞ്ഞ്, ആ ധ്യാന കേന്ദ്രത്തിൽ എന്നെ ഒന്ന് കൊണ്ടുപോവാ. ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര പൈസയ്ക്ക് ബുദ്ധിമുട്ടാണ്. ഉള്ള കാശ് മുഴുവൻ കൊടുത്തിട്ട് ഞങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ്. അവിടെ 5 ദിവസമാണ് ധ്യാനം. 5 അല്ല 10 വേണേലും ഞങ്ങൾ കൂടാം. അങ്ങനെ ഇവർ ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങോട്ട് വന്നു, ഒരു പെണ്ണൂടെ കൂടെ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തായിരുന്നു? എൻ്റെ അച്ഛോ ധ്യാനം കഴിഞ്ഞ് ഉടനെ ശരിയായി. ഞാൻ പറഞ്ഞു, കൊള്ളാം, ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു. ഉടനെ പറഞ്ഞു, ഈ പെണ്ണ്, ഇവക്ക് വീട്ടിലെല്ലാം പ്രയാസമാണ്, ഇവക്കൊന്ന് തലേക്ക് വെച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? അപ്പോൾ ഈ പെണ്ണ് ധരിച്ചിരിക്കുന്ന എന്താണ്? ഇവിടെ വരുന്നു, പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ അച്ഛന്മാർ പ്രാർത്ഥിച്ചാൽ ഉടനെ ഓസ്ട്രേലിയൻ വിശ്വാസം ശരിയാകുന്നു, ഇവിടെ പ്രാർത്ഥിച്ചാൽ ഉടനെ ഓസ്ട്രേലിയൻ വിശ്വാസം ശരിയാകുന്നു. അതാണ് അവരുടെ ചിന്ത. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രിയമുള്ളവരെ, കർത്താവ് കാണിച്ച ഒരടയാളം. അതുകൊണ്ട് ഇത് ശരിയാകണമെന്നില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു ധ്യാനമൊക്കെ കൂട്. ധ്യാനം കൂടിയാലുള്ള നേട്ടം യേശുവിനെക്കുറിച്ച് അറിയും. ഇനി ജോലി കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. യേശുവിനെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും അറിഞ്ഞാൽ ജോലി കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതാണ് നമ്മുടെ ലക്ഷ്യം. നമുക്ക് അത്രയേ ഉള്ളൂ. ജോലി കിട്ടണമെന്നോ രോഗശാന്തി നടക്കണമെന്നോ നമുക്ക് ആഗ്രഹമില്ല. കർത്താവിൻ്റെ ആത്മാവ് കൊണ്ടും നിറഞ്ഞ് നിത്യജീവൻ പ്രാപിക്കണമെന്ന ആഗ്രഹത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു കുരുക്കാണ് ഈ തടസ്സങ്ങളൊക്കെ ആയിട്ട് ആളുകൾ വരുന്നത്. ഇല്ലേ, വരുമോ? അപ്പോൾ അതായിട്ട് ഞാൻ കാണുന്നുള്ളൂ, ഒരു കുരുക്കായിട്ടേ കാണുന്നുള്ളൂ. ഇത് കുരുക്കി കൊണ്ടുവന്നിരിക്കുകയല്ലേ ഓരോരുത്തരെ. ഞാൻ പറഞ്ഞതിൻ്റെ പ്രാർത്ഥിക്കാൻ തലേ കൈ വെച്ച് പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, അവർക്ക് 5 ദിവസത്തെ ധ്യാനം കൂടിയിട്ടാണ് ഓസ്ട്രേലിയയിലെ പേപ്പർ ശരിയായത്. ഈ പെണ്ണിൻ്റെ തലേ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് ഇവൾ പോയി, ഇതാ ഒരാഴ്ചക്കുള്ളിൽ ഇവളുടെ പേപ്പറും ശരിയായി. അത് പറയാനായിട്ട് ഈ പെണ്ണിൻ്റെ അനിയത്തി കൂടെ വന്നിരിക്കുക.
അനിയത്തിയും ചേടത്തിയും കൂടെ വന്നിട്ട് ഈ പുള്ളിക്കാരത്തെയും കൊണ്ട് സന്തോഷം കൊണ്ട് എൻ്റെ മുറിയിലോട്ട് കയറി. എൻ്റെ അച്ഛാ, എനിക്കാണെങ്കിൽ ദൈവമേ, ഞാൻ ഇനി ഒരു ട്രാവൽ ഏജൻസി വല്ലതും തുടങ്ങണോ എന്നുള്ള ചിന്തയായി. കാരണം എന്താണ്, അതുപോലത്തെ സന്തോഷത്തിലാണ് ഇവൾ പറയും. ഞാൻ തലയൊക്കെ വെച്ചൊക്കെ പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞ് ഒരു ധ്യാനം കൂടണം കേട്ടോ. അല്ല, ഞങ്ങൾക്ക് അടുത്ത ആഴ്ച പോകണം, ധ്യാനം കൂടാൻ നേരെയില്ല. എന്നാൽ പോവും. ഈ ചേടത്തി പുറത്തോട്ട് ഇറങ്ങിയ ഉടനെ +2 പഠിക്കുന്ന അനിയത്തി പതുക്കെ ചാടി എൻ്റെ മുറിയിലോട്ട് കയറി. അച്ഛാ, എൻ്റെ തലയിൽ കൂടി ഒന്ന് കൈവച്ച് പ്രാർത്ഥിക്കണം. അവൾ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? നമ്മൾ മനസ്സിൽ എന്തെങ്കിലും കാര്യം വിചാരിക്കുന്നു, ആ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ തലയിൽ കൈ വെക്കുന്നു, അതൊക്കെ നടക്കുന്നു. അതാണ് അവൾ ധരിച്ചത്. ഞാൻ പതുക്കെ തലയിൽ കൈ വെച്ച് ഞാൻ കൈയങ്ങെടുത്ത് ഞാൻ ചോദിച്ച്, നിനക്കൊരു പ്രേമയില്ലേ? അധികമൊന്നുമില്ല, ഒരെണ്ണേ ഉള്ളൂ. ഞാൻ പറഞ്ഞ്, ഈ പ്രേമം ഉപേക്ഷിക്കാതെ നിൻ്റെ കാര്യം ശരിയാകാൻ പോകുന്നില്ല. നിൻ്റെ വിദ്യാഭ്യാസ മേഖല തടസ്സപ്പെടാൻ പോവുകയാണ്. നിൻ്റെ ഫാമിലി ലൈഫ് പ്രോബ്ലത്തിലാകും. നീ കല്യാണം കഴിച്ചാൽ നിനക്ക് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടാകും. നിൻ്റെ മാതാപിതാക്കന്മാരെ വഞ്ചിച്ചു എന്ന കാരണം കൊണ്ട് നീ പരിശുദ്ധാത്മാവിനെ പീഡിപ്പിച്ചിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് വല്ലാതെ കരയുകയാണ്. അവൾ പുറത്തിറങ്ങിയ ഒരു വെടിയിൽ വെച്ച് കൊടുത്തു. പിന്നെ അവളെ കണ്ടിട്ടേ ഇല്ല ഈ ഭാഗത്തോട്ട്. കുറേ നാൾ കഴിഞ്ഞ് ഒരു ദിവസം ഞാനിങ്ങനെ ധ്യാനത്തിന്, ഇതുപോലത്തെ താമസിച്ചുള്ള ധ്യാനത്തിൻ്റെ 1ാമത്തെ പ്രസംഗം പറയുമ്പം അറിയാതെ പെട്ടെന്ന് ഈ സംഭവം എൻ്റെ മനസ്സിൽ വന്നു. ഞാൻ ഈ സംഭവം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇരുട്ടത്ത് ഇത്രയും വെട്ടമില്ല താഴെ. അപ്പോൾ ഇരുട്ടത്തായതുകൊണ്ട് ആളുകൾ വരുന്ന കാണാൻ പറ്റും. കുറേ പെണ്ണുങ്ങൾ വായിക്കൊക്കെ തൂക്കി ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കയറി വരിക. ധ്യാനം കഴിഞ്ഞ് ഞാൻ ആ ക്ലാസ് കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങിക്കൊണ്ട് ഈ പെൺപിള്ളേരെല്ലാം കൂടി എൻ്റെ അടുക്ക് വന്നു. അപ്പം ഞാൻ നോക്കുമ്പം മറ്റേ പുള്ളിക്കാരുടെ അനിയത്തി നിൽക്കുന്നു. ഇവൾ ഇതിനകത്തോട്ട് കയറാനായിട്ടിരിക്കുക. ഏതാ പ്രേമം? കയറാൻ ഈ കോമ്പൗണ്ടിനകത്തേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ എൻ്റെ നാക്കേ കൂടെ ഈ സാധനം പുറത്തേക്ക് വന്നു. അപ്പോൾ അവൾ എന്നോട് വന്ന് പറഞ്ഞു. അത് ഞാൻ ചോദിച്ചു. അപ്പോൾ ഇവളെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെപ്പാടൊരു വിഷമായി. ഞാൻ പറഞ്ഞത് അവൾക്ക് വല്ല മനസ്സിന് ഫീലിംഗ് ആയി കാണുമോ? കാരണം ഇത് ഒത്തിരി വർഷങ്ങൾക്ക് നാളുകൾക്ക് ശേഷം നടന്ന കാര്യമാണ്. അപ്പോൾ ഇത് ഇവൾക്ക് വല്ല ഫീലിംഗ് ആയി കാണുമോ എന്ന് ഇവൾ കേട്ടില്ല, ഡയറക്റ്റ് കേട്ടല്ലോ. അപ്പോൾ ഞാനിങ്ങനെ മനപ്രയാസപ്പെട്ട് ഇവിടെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, എൻ്റെ അച്ഛാ, ഇന്നാളൊരു കേസുണ്ട്. ഞാനിപ്പോൾ ഇതെങ്ങനെയാണ് എൻ്റെ മനസ്സിൽ വന്നതെന്ന് അറിയത്തില്ല. ഞാനിതങ്ങോട്ട് പറയുകയും അവർ കയറി വരികയും കൂടെ. എനിക്കൊരു മനപ്രയാസം. ഇനി നമുക്കത് ഫീലിംഗ് ആയോ? ഞാൻ ചോദിച്ചത്, നിനക്ക് ഫീലിംഗ് വല്ലതും ഉണ്ടായോ എന്ന് ചോദിച്ചു. ഇല്ല, എനിക്ക് സന്തോഷമാണെന്ന് പറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ പെണ്ണ് വന്ന് എന്നോട് പറയുക, എൻ്റെ അച്ഛാ, എൻ്റെ കാമുകൻ എന്നോട് പറഞ്ഞു വിട്ടാൽ എന്നാണെന്നറിയോ? എടി, കുമ്പസാരിക്കുകയും ചെയ്യരുത്, കൗൺസിലിങ്ങിനും പോകരുത്, നീ ധ്യാനം കൂടിയിട്ട് പോരാൻ. അങ്ങനെ വന്നതാ. കോമ്പൗണ്ടിൽ കയറുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധാത്മാവ് അതേ കാര്യം അങ്ങോട്ട് വെളിപ്പെടുത്തി. അന്നേരം അവൾ പറഞ്ഞ്, ഞാൻ ഉപേക്ഷിക്കാം, ഇല്ലെങ്കിൽ ഞാൻ രക്ഷപ്പെടുകയെന്നറിയാം. അന്നേരം ആ പ്രേമബന്ധം അങ്ങോട്ട് ഉപേക്ഷിച്ച് അങ്ങനെ അവൾ രക്ഷപ്പെട്ടു. ചിലരൊന്നും അങ്ങനെ ഉപേക്ഷിച്ചവരില്ല, ഉപേക്ഷിക്കാതെ പോയിട്ടുണ്ട്. അതുങ്ങൾ നശിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ധ്യാനം തുടങ്ങുന്ന ഈ ദിവസം അവിഹിത ബന്ധങ്ങൾ, അശുദ്ധ പാപങ്ങൾ, ഇതെല്ലാം പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കളയുന്ന തീരുമാനം നിങ്ങളെടുത്ത് അതിനുള്ള അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ശക്തിപ്പെട്ടില്ലെങ്കിൽ അത് ബന്ധിച്ച് പ്രാർത്ഥിച്ച് പിശാചിനെ പുറത്താക്കണം. വ്യഭിചാര ദുർഭൂതം എന്ന് പറയുന്നൊരു പൈശാചിക ശക്തിയുടെ ആവാസം കൊണ്ടാണ് ഇത്തരം അവിഹിത ബന്ധങ്ങൾ വിട്ടുപോകാതെ കിടക്കുന്നത്. അത് യഥാർത്ഥ റിയൽ സ്നേഹമൊന്നുമല്ല, അതൊരു പൈശാചിക ബന്ധനമാണ്. സ്നേഹമല്ല, അത് ഒരു പൈശാചിക ബന്ധനമാണ്. അത് ഈ ധ്യാനം തുടങ്ങുമ്പോഴേ ഉപേക്ഷിക്കേണ്ടവർ ഉപേക്ഷിക്കുക. മദ്യം കഴിക്കുന്നവർ അത് ഉപേക്ഷിക്കുക. പുകവലിക്കാനായിട്ട് എന്തെങ്കിലും വീഡിയോ സിഗരറ്റോ വന്നിട്ടുള്ളവർ ഓടിച്ച് ദൂരെ കളയുക. പരിശുദ്ധാത്മാവിനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പലതും ആത്മാവിനെതിരായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ഇത് ഉപയോഗിക്കരുത്. പിന്നെ പരിശുദ്ധാത്മാവിനെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നിങ്ങളത് ഓടിച്ച് ദൂരെ കളയുക. എന്നിട്ട് പറയുക, പരിശുദ്ധാത്മാവ് എന്നെ സുഖപ്പെടുത്തണം. ആ ബന്ധനം അഴിഞ്ഞു പോകും. പുകവലി അഴിഞ്ഞു പോകും. മദ്യപാനം അഴിഞ്ഞു പോകും. 100% ഉറപ്പിച്ച് എനിക്ക് പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ അടുത്ത ദിവസം ഒരു മദ്യപാനിയായ ഒരു മനുഷ്യൻ ഇവിടെ വന്നു. അയാളെ തള്ളി ഉന്തി കൊണ്ടുവന്നാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ പോവും, ഇപ്പോൾ പോവുക, എനിക്കിവിടെ നിൽക്കാൻ പറ്റുകയില്ല. അവസാനം ഇയാളെ എൻ്റെ അടുക്ക കൊണ്ടു. ഇയാൾ ഇവിടെ ഇരിക്കുകയില്ല. ഞാൻ പറഞ്ഞു, സഹോദരൻ വീട്ടിൽ പോകും, ഇങ്ങനെ നിർബന്ധിക്കൊന്നും വേണ്ട. പുള്ളി ഒരു നല്ല മനുഷ്യനാണ്, പുള്ളി സാധുവാണ്, പുള്ളി തന്നെ നിർത്തിക്കോളും എന്നൊക്കെ പറഞ്ഞ് ഞാൻ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു. പുള്ളി വണ്ടിയെ കയറിപ്പോയി. വണ്ടിയെ കയറി മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക, പിണങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പുള്ളി വണ്ടിയിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു, ഞാനിനി കുടിക്കുകയില്ല. പിന്നെയാണ് അറിയുന്നത് 4000 രൂപ പുള്ളിക്ക് വേണം ഒരു ദിവസം. 4000 രൂപ. ഞാൻ ഇതിന് മാത്രം പൈസ എവിടുന്ന? ഒരു ദിവസം 4000 രൂപയുടെ മദ്യം കുടിക്കും ഈ മനുഷ്യൻ.
മനസ്സിലായോ? ഇതാണ് പൈശാചിക ശക്തികളുടെ ബന്ധം. അപ്പോൾ ഇതുപോലത്തെ പല തിന്മയുടെ ശക്തികൾ നിങ്ങളിൽ അറിയാതെ പ്രവർത്തിക്കുന്നുണ്ടാകും പാപമായിട്ട്. അതൊരു പിശാചാണ്. അതെല്ലാം കൂടി സ്റ്റോപ്പ് ചെയ്യണം. ഇതാ നിങ്ങളുടെ ബന്ധനം കഠിനമാകാതിരിക്കാൻ നിങ്ങൾ നിന്ദിക്കരുത്, പരിശുദ്ധാത്മാവിനെ നിന്ദിക്കരുത്. ഏതെങ്കിലും പാപമൂലം പരിശുദ്ധാത്മാവിനെ നൊമ്പരപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനോട് മാപ്പ് ചോദിക്കാൻ പോവുകയാണ്. ഏതെങ്കിലും പാപം മൂലം നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന, മാമോദീസായിലൂടെ നമ്മുടെ ഉള്ളിൽ വസിച്ച, നമ്മളെ നയിച്ചുകൊണ്ട് പോകാൻ ആഗ്രഹിച്ച, അമ്മയുടെ ഉദരത്തിൽ വെച്ച് ഒരു കേടുമില്ലാതെ നമ്മളെ പുറത്തു കൊണ്ടുവന്ന പരിശുദ്ധാത്മാവ്, നിത്യജീവനിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന പരിശുദ്ധാത്മാവ്, ജീവിതത്തിൽ അനേകം ദാനങ്ങൾ നൽകിയ പരിശുദ്ധാത്മാവ്, വിദ്യാഭ്യാസം നൽകി, അറിവ് നൽകി, സൗന്ദര്യം നൽകി, കഴിവ് നൽകി കൊണ്ടു നടക്കുന്ന പരിശുദ്ധാത്മാവ്, ഇവിടെ കൊണ്ട് ഇരുത്തിയ പരിശുദ്ധാത്മാവ്. വീഴ്ച വന്നിട്ടുണ്ട്, ബലഹീനത വന്നിട്ടുണ്ട്, അറിയാതെ പറ്റിയ വീഴ്ചകൾക്കും അതുപോലെ കാല് തെന്നിപ്പോയ നിമിഷങ്ങൾക്കുമൊക്കെ മാപ്പ് ചോദിച്ചുകൊള്ളുക. പരിശുദ്ധാത്മാവായ ദൈവമേ, എന്നോട് ക്ഷമിക്കണമേ. അങ്ങേ ഞാൻ ഒത്തിരി കൂടെ കൊണ്ട് നടന്ന് ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. പിതാവായ ദൈവമേ, മാപ്പ് ചോദിക്കുന്നു. ഞാൻ അങ്ങേ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. പുത്രനായ യേശുവേ, അങ്ങയുടെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും ഞാൻ മാനിക്കാതെ പോയി, ബഹുമാനിച്ചില്ല. മാപ്പ് ചോദിക്കുന്നു. ത്രിത്വിക ദൈവമേ, അങ്ങേ ആദരിക്കാതെ പോയി, മാപ്പ് ചോദിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നതിന് നന്ദി. ഞങ്ങൾക്ക് പാപങ്ങളും വീഴ്ചകളും സംഭവിച്ചു പോയപ്പോൾ ഞങ്ങളെ താങ്ങി എഴുന്നേൽപ്പിച്ചതിന് നന്ദി. ഞങ്ങൾക്ക് തെറ്റുകൾ വന്നപ്പോൾ ഞങ്ങളെ തിരുത്തിയതിന് നന്ദി. കുമ്പസാരമെന്ന കൂദാശയെ ഞങ്ങൾക്ക് നൽകിയതിന് നന്ദി. വിശുദ്ധ കുർബാന എന്ന കൂദാശയെ സ്ഥാപിച്ച് വിശുദ്ധ കുർബാന ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. വിവാഹമെന്ന കൂദാശയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ദൈവിക വരദാനങ്ങൾ, പൗരോഹിത്യം, എല്ലാത്തിനും നന്ദി പറയുന്നു. എല്ലാം അങ്ങയുടെ കയ്യിൽ ഞങ്ങൾ തിരിച്ചേൽപ്പിക്കുന്നു. ഞങ്ങളിലൂടെ അങ്ങ് പരിവർത്തനം ചെയ്യണം. വെള്ളത്തിൻ്റെ മേൽ പരിവർത്തിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളുടെ ശുശ്രൂഷകളിൽ എപ്പോഴും പരിവർത്തിച്ചു കൊണ്ടിരിക്കണമേ. ഞങ്ങൾക്ക് എന്തെങ്കിലും പാപങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ ഈ ധ്യാന ശുശ്രൂഷയിൽ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഈ മക്കളുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് അവർക്ക് പശ്ചാത്തപിക്കാൻ പോലും കഴിവില്ലാത്ത അവസ്ഥയിലാണ്. അതിനുവേണ്ടി ഇവരുടെ പാപങ്ങളെ പ്രതി അങ്ങയുടെ തൃപ്പാദം ചുംബിച്ച് യേശുവേ, ഞങ്ങൾ മാപ്പ് ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഓരോ മക്കളുടെയും പാപങ്ങൾ കഴുകപ്പെടട്ടെ, ഇവരുടെ ബന്ധനങ്ങൾ അഴിയട്ടെ. മാനസിക രോഗികൾ പോലും ഉണ്ട്. അവരുടെ മാനസിക രോഗങ്ങളുടെ മേഖലകളിൽ പരിശുദ്ധാത്മാവിനെ ഇറങ്ങി പ്രവർത്തിക്കണമേ. വലിയൊരു ചങ്ങല ഈ മക്കളുടെ മേൽ ഇപ്പോഴുണ്ടാകട്ടെ, ദൈവകൃപയുടെ ചങ്ങല. പാപം ചെയ്യാൻ പറ്റാത്ത ഈ സ്ഥാപനത്തിൽ വെച്ച് ഒരു പാപവും അവർക്ക് ചെയ്യാൻ പറ്റാത്ത വിധം അവരെ ബന്ധിക്കണമേ കർത്താവേ. അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ഇവർക്ക് കാവലായിരിക്കണമേ. സ്വർഗീയ ദൂതന്മാരെയും സ്വർഗീയ ഗണങ്ങളെയും ഈ സ്ഥാപനത്തിന് ചുറ്റും കാവൽ നിർത്തിക്കൊണ്ട് ഈ സ്ഥാപനത്തെ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ.